ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹല. ഇന്നൊരു മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഈ കേക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഒരിക്കലും ഫ്ലോപ്പ് ആകാതെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ്. ഇതിനൊരു ബേസിക് സ്പഞ്ച് കേക്ക് വേണം. എന്നിട്ട് അതിലൊരു നല്ല സോസ്, ഒരു മിൽക്ക് സോസ് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. ഈ മിൽക്ക് സോസ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റും. ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നതൊക്കെ ഈ ഒരു മിൽക്ക് സോസാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയിട്ട് മിൽക്ക് സോസ് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഈ കേക്കിൽ ഐസിങ്ങിനൊന്നും അത്ര പ്രാധാന്യമില്ല. അപ്പോൾ ഇനി ഐസിങ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണിത്. പിന്നെ ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഈ കേക്കും സോസും ഒക്കെ നല്ല തണുത്തതിന് ശേഷം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടുള്ള ഒരു ലണ്ടൻ മിൽക്ക് കേക്കിൻ്റെ ടേസ്റ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള മോൾഡ് ഒന്ന് റെഡിയാക്കി വെക്കാം. 1 കപ്പ് മൈദ യൂസ് ചെയ്തിട്ടുള്ള കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 2 ചെറിയ മോൾഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വേണമെങ്കിൽ 7 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെയോ ഒറ്റ മോൾഡ് എടുത്താലും മതി. ഇനി ഇതിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് അടിയിലും സൈഡിലും ഒക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഇത് 1 കപ്പ് മൈദയാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും ഇട്ടിട്ട് 1-2 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഈ മൈദ മിക്സ് കൂടാതെ നമുക്കിനി നമ്മുടെ കേക്ക് ബേസിന് വേണ്ടത് 3 മുട്ടയും 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് ഓയിലും 2 ടീസ്പൂൺ വെനില എസെൻസുമാണ്. ഇനി ഒരു ബൗളിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. ഞാനിപ്പോൾ ബീറ്റർ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ഒരു ക്രീമി ടെക്സ്ചർ ആവണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മുട്ടയാണ്. അപ്പോൾ ഓരോ മുട്ട വീതം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നിച്ചിട്ട് ബീറ്റ് ചെയ്യേണ്ട, ഓരോ മുട്ട വീതം ചേർത്താൽ മതി. കുറച്ചൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ മിക്സ് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നിച്ചിട്ടിട്ട് മിക്സ് ചെയ്യരുത്, കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി ബീറ്റർ യൂസ് ചെയ്യേണ്ട, ഒരു സ്പാച്ചില വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മോൾഡിലൊഴിച്ച് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ ഒരു 40 മുതൽ 45 മിനിറ്റ് വേണ്ടി വരും ബേക്ക് ചെയ്ത് കിട്ടാൻ. ഞാനിപ്പോൾ 2 മോൾഡിലായി ഒഴിച്ചത് കാരണം എനിക്കൊരു 35 മുതൽ 40 മിനിറ്റ് മതിയാകും. അപ്പോൾ നിങ്ങളൊരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. തിക്നെസ്സിനനുസരിച്ച് മാറ്റം ഉണ്ടാകും. ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും അതുപോലെ തന്നെ 30 മിനിറ്റ് നിങ്ങൾ ബേക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിന് മുമ്പായിട്ട് തുറക്കരുത്. ഇപ്പോൾ ഇതാ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഇതിലേക്കുള്ള മിൽക്ക് സോസ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കേക്ക് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആ ഒരു മിൽക്ക് സോസ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് തണുക്കാൻ വെക്കാം. ഇതൊരു 1/4 കപ്പ് പാലാണ്. സാധാരണ പാലാണ്, തിളപ്പിച്ചിട്ടൊന്നുമില്ല. ഇത് ഇവാപ്പറേറ്റഡ് മിൽക്കാണ്. ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബോട്ടിലിൻ്റെ പകുതി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾ ഒരു 2-3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്താലും മതി. പിന്നെ ഇതൊരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്താലും മതി. ഇനി കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിൽ മധുരമുള്ളതാണ് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ചേർക്കുന്നത്. പിന്നെ മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇതിനൊന്നും അങ്ങനെ ഒരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾ നോക്കിയിട്ട് ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആക്കി എടുത്താൽ മതി. ഇനി ഇതൊരു ഫോർക്ക് വെച്ചോ ഒരു വിസ്ക് വെച്ചോ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾക്ക് കേക്കിൽ എത്രത്തോളം സോക്കാക്കി കഴിക്കാനാണോ ഇഷ്ടം അതിനനുസരിച്ചാണ് കേട്ടോ. എനിക്കിത് കേക്കിൽ നന്നായിട്ട് സോക്കാക്കാനും വേണം. പിന്നെ കേക്ക് കഴിക്കുമ്പോഴും ഈ ഒരു മിൽക്ക് അതിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ മിൽക്കും ക്രീമും ഒക്കെ
ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള മിൽക്ക് സോസാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഫ്ലേവേർഡ് എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. പിസ്താഷ്യോ അല്ലെങ്കിൽ സ്ട്രോബെറി എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ സാഫ്രൺ വേണമെങ്കിലും ചേർക്കാം. ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ ഈ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റ് ആക്കാൻ വേണ്ടിയാണ്. ഇതുണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ കേക്ക് ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. ഈ മിൽക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയാണ്. ഇനി കേക്കിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് നല്ല സോക്കായിട്ടുള്ള കേക്ക് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ചധികം ഒഴിക്കുന്നുണ്ട്. ഈ കേക്ക് നമ്മൾ തണുപ്പിച്ചിട്ടാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ ആ സമയത്തും ഈ മിൽക്ക് മിക്സ് കൂട്ടി ഈ കേക്ക് കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ഈ മിൽക്കൊക്കെ ഈ കേക്ക് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ സിമ്പിളായിട്ടൊന്ന് ഐസിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കേക്ക് മാത്രമേ സെറ്റാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് വേണമെങ്കിൽ ബട്ടർ ഐസിങ് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ മുമ്പ് അതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. ഇതുണ്ടോ, കേക്കിൽ നേരത്തെ ഒഴിച്ചു കൊടുത്ത മിൽക്കൊക്കെ അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മുകളിൽ ഐസിങ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഇവിടുന്ന് വാങ്ങി കഴിച്ചിട്ടുള്ള ഒരു ലണ്ടൻ മിൽക്ക് കേക്കിൻ്റെ ടേസ്റ്റിലാണ് ഇത് ചെയ്തതെന്ന്. അപ്പോൾ അതിങ്ങനെയായിരുന്നു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുകളിൽ ഇങ്ങനെ ഒരു ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്ത കേക്ക് ഈ മിൽക്ക് മിക്സും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.